ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഒരു കുട്ടി റൂം ഷിഫ്റ്റിംഗ് വ്ലോഗാണ്. അപ്പോൾ ഒരുപാട് കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഈ റൂം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു പരിപാടിയാണ്. പാക്കിങ് അൺപാക്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സമയവും പോകും, നമുക്ക് നല്ല കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അധികം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ പെട്ടിക്കകത്തും കാർഡ്ബോർഡിനകത്തും ഒക്കെ ആക്കി നമ്മളൊന്ന് പാക്ക് ചെയ്തിട്ടുണ്ട്. അത്ര വൃത്തിയായിട്ടൊന്നും പാക്ക് ചെയ്തിട്ടില്ല, കാരണം ഇവിടെ നിന്ന് നമുക്കൊരു 5 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെയെല്ലാം ആക്കി നമ്മൾ അവിടെ ചെന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പൊട്ടിക്കേണ്ട സാധനമാണ്. അതുകൊണ്ട് ഞാൻ അത്ര കാര്യമായിട്ടൊന്നും പാക്കിങ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് അന്നത്തെ ദിവസം കുക്കിംഗ് ഉള്ളതുകൊണ്ട് നമ്മളധികം കിച്ചണിലെ സാധനങ്ങളൊന്നും പാക്ക് ചെയ്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ വീടൊക്കെ ഒന്നുകൂടെ ഒന്ന് കാണാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് പോയി. നമ്മൾ വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമുക്ക് കിച്ചണൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ചെറിയൊരു കിച്ചൺ, ഒരു ചെറിയൊരു 1 BHK ആണ്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഡേ രാത്രിയായപ്പം നന്ദിച്ചേട്ടൻ്റെ വക ഒരു കുട്ടി ഒരു ട്രീറ്റ് ഉണ്ടായിരുന്നു. നന്ദിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നന്ദിച്ചേട്ടൻ്റെ ഓഫീസിലാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നന്ദിച്ചേട്ടൻ്റെ വക ഒരു വലിയ ഒരു 1 മീറ്റർ പിസയായിരുന്നു. നല്ല അടിപൊളി പിസയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് കഴിച്ചപ്പോൾ തന്നെ അത് ഫില്ലായി. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ കുറച്ചൊക്കെ കഴിച്ച് തീർത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ഈ പിzzയൊക്കെ ഭയങ്കര ഫില്ലിങ്ങാണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലാതെ പോയി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്. ഇനി ഒരു 2 ദിവസത്തെ പണിയാണ്. ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് ശരിയാക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ സാധനം ഷിഫ്റ്റ് ചെയ്യാനും ഇവിടെ ആക്കാനും ഒക്കെ കൂടെ നമ്മുടെ കൂടെ സുനിലേട്ടനും ലക്ഷ്മിച്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ശ്രുതിയൊക്കെ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി തന്നെയാണ് ശ്രുതിയൊക്കെ നാട്ടിൽ പോകുന്നതുകൊണ്ട് അവരെ ഒന്ന് പോയി കണ്ടിട്ട് പെട്ടെന്ന് വന്നു. അതിൻ്റെയും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. എല്ലാം ഒരു ആകെ ബഹളമായിരുന്നു. പിന്നെ നമുക്ക് പിറ്റേ ദിവസം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണ്ടേ. നെക്സ്റ്റ് ഡേ ഒന്നും കുക്കിംഗ് തുടങ്ങിയില്ല. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ എല്ലാം ക്ലീനൊക്കെ ചെയ്ത് അത്യാവശ്യം പുറത്തുനിന്ന് നമുക്ക് എപ്പോഴും വാങ്ങിക്കാൻ പറ്റില്ല ഫുഡൊക്കെ. പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് പാലൊക്കെ കാച്ചിയിട്ട് തുടങ്ങില്ലേ, ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് വെച്ച് പാലൊക്കെ കാച്ചി നമ്മൾ കുക്കിംഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അത്യാവശ്യം നമ്മൾ ഒരുവിധം എന്നെക്കൊണ്ട് പറ്റാവുന്നതൊക്കെ കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ജനലിൻ്റെ അപ്പുറത്ത് അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഞാനത് ജനൽ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ആ നെറ്റിൻ്റെ ആ പോർഷനായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അത് ക്ലീൻ ചെയ്തില്ല. ജനലിൽ ആ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിച്ചൺ റൂം ഒക്കെ അത്യാവശ്യം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്.
അങ്ങനെ നല്ല ഐശ്വര്യമായിട്ട് പാല് കാച്ചലൊക്കെ കഴിഞ്ഞു. പാല് അങ്ങനെ ഏട്ടനെല്ലാം കൊടുത്തു. അല്ലി എണീറ്റിട്ടില്ല. അല്ലി വന്ന് വിളക്ക് കൊളുത്തിയപ്പോൾ കുറച്ച് നേരം നോക്കി നിന്നിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങി. എനിക്ക് ആ പാലിൻ്റെ കറക്റ്റ് ആ മണവും ടേസ്റ്റും എനിക്ക് അത്രയ്ക്ക് പിടിക്കത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് ബൂസ്റ്റ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പുതിയ വീട്ടിൽ കുറേ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.